അമ്മേ ദേ ചേച്ചു. ആ സുഖല്ലേ ചേച്ചി? അതെന്ത് ചോദ്യവാ? അവക്കെന്താ സുഖത്തിന് കുറവ്? തിരുവനന്തപുരത്ത് നിന്ന് വന്ന് കയറിയല്ലുള്ളൂ. ഒന്ന് ഇരുന്നിട്ട് പറഞ്ഞാ പോരെ വിശേഷമൊക്കെ. കൊച്ചിനെ കൊണ്ടുവന്നില്ലേടി? ഇല്ലമ്മേ, അവളെ ലളിത ചേച്ചിയുടെ അവിടെ ആക്കിയിട്ട് വന്നു. അതാകുമ്പോൾ എനിക്ക് മനസമാധാനത്തിൽ പോരാല്ലോ. ഇവന്റെ കല്യാണക്കാരി ഞാൻ ഏറ്റെന്ന് വന്നിട്ട് എന്തായി? വല്ല പുരോഗമനം ഉണ്ടോ? അതെങ്ങനാ? സ്വന്തം തീരുമാനപ്രകാരം ഒരു കല്യാണം കഴിച്ചതിന്റെ ക്ഷീണം മാറട്ടെ അല്ലേ? ചേച്ചിയെ പോലെ ടെക്നോ പാർക്കിൽ ജോലിക്ക് പോയാ പെണ്ണ് കിട്ടാൻ വല്ല ലക്ഷ്യമുണ്ടോ? അളിയന്റെ നിലപാട് എന്താ? വിളിക്കാറുണ്ടോ? അളിയനെ വിളിക്കാൻ പറയുന്നില്ല. കൂട്ടുകാരെ പോലെ ആയിരുന്നല്ലോ ഞങ്ങള് അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത്. തോട്ടുപക്കത്തിരുന്ന് മദ്യം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ 4ാമത്തെ പെക്ക് അടിച്ചു കഴിഞ്ഞാൽ അളിയന് വേറെ ഭാര്യ മക്കളുള്ള കഥ എന്നോട് പറയുന്നത്. മിണ്ടല്ലേ മോനെ, അവിടെ മനസ്സ് വിഷമിപ്പിക്കാനൊന്നും പറയല്ലേ. അവൻ പറഞ്ഞോട്ടമ്മേ, യാഥാർത്ഥ്യങ്ങളല്ലേ. നാട്ടുകാരുടെ കുത്തുവാക്കുകൾ വേദനിപ്പിച്ചിട്ടില്ല. പിന്നെയല്ലേ എൻ്റെ അനിയൻ കൂട്ട സ്നേഹം കൊണ്ട് പറയണം. എടി ചേച്ചി, നിന്റെ കൂട്ടുകാരി അനിതയില്ലേ? അവളുടെ അനിയത്തിയോട് ഇവനൊരു ഇഷ്ടമുണ്ട്. ആണോടാ? ഇവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പെണ്ണുങ്ങളുടെ പേര് എടുത്ത് പറയാറുണ്ട്. കേൾക്കുമ്പോൾ രസമുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. നീ മാലേട്ടൻ ആർക്കാടാ? എൻ്റെ ചേച്ചിക്കുട്ടിക്ക്. മോൻകുട്ടാ, ടെക്നോ പാർക്കിൽ ജോലി കിട്ടിപ്പോയ ഒരു നാട്ടിൻപുറത്തുകാരിക്ക് തോന്നിയ പ്രണയം ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിഞ്ഞ് വന്നപ്പോഴത്തേക്കും കഥ പകുതിയും കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ചേട്ടന് വേറൊരു ഭാര്യയും കുട്ടി ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയണം. ആദ്യമൊക്കെ എന്നെ നല്ലോണം നോക്കുമായിരുന്നു, എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇടയ്ക്ക് സംശയരോഗവും കൂടി വന്നേ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായിപ്പോയി. ആത്മഹത്യ ചെയ്താലോ എന്ന് എന്നെ പലതവണ ചിന്തിച്ചു. ഇടയ്ക്ക് മനസ്സൊന്ന് ഇടറിയപ്പോൾ ഒരു ഫ്രണ്ട് വഴി ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി. ആ ഒരു നിമിഷം ഇല്ലായിരുന്നെങ്കിൽ ചേച്ചി ഇന്നില്ലടാ. എന്താണ് ചേച്ചി നാട്ടുകാര്? ഒന്നുമില്ലടാ, നമ്മുടെ ശരീരത്തിലൊരു മുറിവ് വന്നാൽ നമ്മൾ ചികിത്സിക്കൂലേ, അതുപോലെ തന്നെ മനസ്സിന്റെ കാര്യം ശരീരത്തേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്ന്. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് ഇവനൊരു ഡോക്ടറിനെ കാണിച്ചിട്ട് വരാം. നീ വാ. കൂടെ പിറന്നവളുടെ ജീവിതത്തിൽ താളപ്പിഴ വന്നപ്പോൾ മനസ്സിടറിപ്പോയി. ചേർത്ത് പിടിക്കാൻ ഇതുപോലെ കരങ്ങളുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഫസ്റ്റ് പ്രൈസ് വിന്നർ ആരാണെന്ന് അറിയണ്ടേ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെ? സ്വന്തം തീരുമാനപ്രകാരം ഒരു കല്യാണം കഴിക്കും.